ഹായ്, പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. A screw gauge gives the following readings when used to measure the diameter of a wire. Main scale reading 0 mm, circular scale reading 52 divisions. Given that 1 mm on main scale correspond to 100 divisions on the circular scale, the diameter of the wire from the above data is. അതായത് നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതായത് ഒരു വയറിന്റെ ഡയാമീറ്ററിനെ നമ്മളോട് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഡേറ്റാസ് ഏതൊക്കെയാണ്? മെയിൻ സ്കെയിൽ റീഡിംഗ് എന്ന് പറഞ്ഞത് 0 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ സർക്കുലർ സ്കെയിൽ റീഡിംഗ് എന്ന് പറയുന്നത് 52 ഡിവിഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കിയാലോ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ലീസ്റ്റ് കൗണ്ട് എഴുതണം. ഒരു സ്ക്രൂ ഗേജിന് ലീസ്റ്റ് കൗണ്ട് എന്ന് വെച്ചാൽ 1 mm ഓൺ എ മെയിൻ സ്കെയിൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 100 ഡിവിഷൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് 1 ഡിവിഷൻ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? 1/100 ചെയ്താൽ മതി. അതായത് 0.01 mm ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമ്മുടെ ലീസ്റ്റ് കൗണ്ട് ഏതാണ്? 0.01. അതിന് 1/100 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലീസ്റ്റ് കൗണ്ട് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ റീഡിങ്ങിനെ കാൽക്കുലേറ്റ് ചെയ്യണം. ഇതാണ് ഡയാമീറ്റർ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഫോർമുലയ്ക്കകത്തേക്ക് നമ്മൾ ഈ മെയിൻസ് MSRനെയും CSRനെയും ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? MSR പ്ലസ് CSR ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് ആണ്. MSR എന്ന് എത്രയാണ്? അതായത് മെയിൻ സ്കെയിൽ റീഡിംഗ് എന്ന് പറയുന്നത് 0 ആണ്. 0 കൊടുത്തു പ്ലസ് ഈ 52 എന്താണ്? CSR അഥവാ സർക്കുലർ സ്കെയിൽ റീഡിംഗ് CSR ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് 0.01 mm എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ 0 പ്ലസ് 0.52 എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് 0.52 mm തന്നെ വരും. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? CM ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അതായത് സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമുക്കറിയാം 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 10 millimeter ആണ് നമുക്കറിയാം. അപ്പോൾ എന്താണ്? 0.52 mm എന്ന് പറയുന്നത് എന്താണ്? 0.52 ഡിവൈഡ് ബൈ 10 സെൻറ്റിമീറ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.052 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? 0.052 ആയിരിക്കും നമ്മുടെ ആൻസർ. അതായത് ഈ ഓപ്ഷൻ C ആയിരിക്കും എന്തെന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ.